ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത 2-3 വീഡിയോസിൽ ഒരു കോമൺ കമന്റ് ആയിരുന്നു, ചേച്ചി അലോട്ട്മെന്റ് വെക്കുന്ന സമയത്തുള്ള ഓപ്ഷൻസ് ലിസ്റ്റ് തയ്യാറാക്കാവോ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് റാങ്ക് ചെയ്യാവോ എന്ന്. അപ്പൊ ഞാൻ ഇന്ന് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പൊ അതായത് നിങ്ങൾ അലോട്ട്മെന്റ് വെക്കുന്ന സമയത്ത് ഏത് ഓർഡറിൽ വെക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള നീഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് തികച്ചും 2023 റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ചില സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ഞാൻ എന്റേതായ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് ഫീസിലും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിട്ട്. കാരണം എന്ത് വെച്ചാൽ ചില കോളേജസിൽ അക്കാഡമിക് പെർഫോമൻസ് വളരെ പുവറും അവിടുത്തെ ഫീസ്, ട്യൂഷൻ ഫീ ആയിക്കോട്ടെ, സ്പെഷ്യൽ ഫീ ഒക്കെ വളരെ കൂടുതലുമാണ്. അപ്പൊ ഞാൻ അത്തരത്തിലെ കോളേജസിനെ കുറച്ചും കൂടി ഓപ്ഷൻസ് ലിസ്റ്റിൽ താഴോട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ എന്റെ ഒരു കൺവീനിയൻസിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയുള്ള ഒരു ലിസ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രിഫറൻസ് ഉണ്ടാകും. ചിലർക്ക് വീടിനടുത്ത് പഠിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക, ചിലർക്ക് ദൂരെ പഠിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റാം, എങ്ങനെ വേണമെങ്കിലും മാറ്റാം. അപ്പൊ ഞാൻ ഈ വീഡിയോ എന്റെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാല് ചില കുട്ടികൾക്ക് വലിയ ഐഡിയ കാണത്തില്ല. കാരണം എന്റെ ഓപ്ഷൻസ് വെക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ കോളേജ് എങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കാം. ഓപ്ഷൻസ് ലിസ്റ്റ് നോക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ മെഡിക്കൽ കോളേജസിന്റെ, അതായത് MBBSന്റെ കാര്യം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സെൽഫ് ഫിനാൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യം ആ കോഴ്സ് ഈ ഓപ്ഷൻസ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ വെച്ച സമയത്ത് എനിക്ക് അഗ്രികൾച്ചർ ആയിരുന്നു ഇഷ്ടം. ഞാൻ MBBS വെച്ചതിന് ശേഷം അതുകൊണ്ട് തന്നെ ഞാൻ അഗ്രികൾച്ചറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് BDS ആണോ ഇഷ്ടം, നിങ്ങൾക്ക് അതുപോലെ ചൂസ് ചെയ്യാം. എന്റെ ഒരു ഓർഡർ അഗ്രികൾച്ചർ ഫിഷറീസും കഴിഞ്ഞിട്ടായിരുന്നു BDS. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതായത് MBBS വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യം ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കോഴ്സും വെക്കാം നിങ്ങൾക്ക് ഓപ്ഷൻസിൽ. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല്, നിങ്ങൾക്കിപ്പം സെൽഫ് ഫിനാൻസിൽ കിട്ടാനുള്ള മാർക്കേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ഓപ്ഷൻസ് വെക്കുന്ന സമയത്ത് ആദ്യം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേരളത്തിലെ എല്ലാം തന്നെ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് വെക്കാവൂ. അതായത് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ശരി, നിങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജും വെച്ചത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് വെക്കാം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിന്റെ കാര്യമാണ്. അപ്പം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയ കുട്ടികൾ ചൂസ് ചെയ്തിട്ടുള്ളത്, അതായത് അവരുടെ പ്രിഫറൻസ് നമ്പർ 1 ആയിട്ട് കാണുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണ്. പല വർഷങ്ങളിലും ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾ ട്രിവാൻഡ്രം ചൂസ് ചെയ്യാറുണ്ട്, തിരിച്ചും ചൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കോഴിക്കോട് വെച്ചാലും ഫസ്റ്റ് ഓപ്ഷനിൽ വെച്ചാലും ട്രിവാൻഡ്രം ഫസ്റ്റ് ഓപ്ഷനിൽ വെച്ചാലും ഏറെക്കുറെ ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ വർഷത്തിന്റെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്, രണ്ടാമതാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഇനി പ്രിഫറൻസ് നമ്പർ 3 വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജും പ്രിഫറൻസ് നമ്പർ 4 വരുന്നത് തൃശൂർ മെഡിക്കൽ കോളേജും ആണ്. ഇനി 5 ആയിക്കോട്ടെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളത്. ഇനി 6ഉം 7ഉം ഏതാണ് നമുക്ക് നോക്കാം. 6ാം സ്ഥാനത്ത് വരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജും 7ാം സ്ഥാനത്ത് വരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജും ആണ്. ആക്ച്വലി ആലപ്പുഴയും മഞ്ചേരിയും തമ്മിൽ വളരെ ചെറിയ റാങ്കിന്റെ വ്യത്യാസത്തിലാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് മഞ്ചേരി പോയിട്ടുള്ളത് 833ഉം കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളത് 837ഉമാണ്. അത് ചെറിയ റാങ്കിന്റെ വ്യത്യാസത്തിലാണ് മഞ്ചേരി മുകളിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് തൊട്ട് താഴത്തെ പ്രിഫറൻസിലും വരുന്നത്. അടുത്തത് 8ാം സ്ഥാനത്ത് ഏതാന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ റാങ്ക് പ്രകാരമാണെങ്കിൽ 8ാം സ്ഥാനത്ത് വരുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജ് ആണ്. പക്ഷെ ഒരിക്കലും പാലക്കാട് മെഡിക്കൽ കോളേജ് 8ാം സ്ഥാനത്ത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ചേർന്ന കുട്ടികൾ തന്നെ വളരെ ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പം ന്യൂസിലൊക്കെ വളരെ കോൺട്രവേഴ്സീസ് കാണുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ബേസിക് പഠിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യം പോലും അവിടെ ഇല്ല. അതായത് അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ റെഫർ ചെയ്ത് വിടുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് ആ കുട്ടികൾ തന്നെ പറയുന്നു അവിടെ അഡ്മിഷൻ എടുത്തതിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഒരു കോളേജിന് നമ്മൾ 8ാമത്തെ പ്രിഫറൻസിൽ വെക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പാലക്കാട് മെഡിക്കൽ കോളേജിന് കുറച്ചുകൂടി അടിയിൽ വെക്കാം. സോ 8ാമത്തെ പ്രിഫറൻസിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്
കണ്ണൂർ മെഡിക്കൽ കോളേജും 9ാമത്തെ പ്രിഫറൻസിൽ എറണാകുളം മെഡിക്കൽ കോളേജ് വെച്ചതിന് ശേഷമാണ് 10ാമത്തെ പ്രിഫറൻസിൽ ഞാൻ പാലക്കാട് മെഡിക്കൽ കോളേജ് വെച്ചിട്ടുള്ളത്. ഇനി 11ഉം 12 കോളേജാണ് നമ്മുടെ കേരളത്തിലുള്ളത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. 11ാമത്തെ സ്ഥാനത്ത് വരുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയാണ്. ഇനി 12ാമത്തെ സ്ഥാനത്ത് വരുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജ് ആണ്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് വേണം ഇടുക്കിക്കും താഴെ വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് എന്റെ ഈ ഒരു ഓർഡർ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നിലവിലുള്ള റാങ്ക് പ്രകാരമുള്ള ഓർഡർ. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ചെറിയൊരു റാങ്കിന്റെ വ്യത്യാസത്തിൽ പോയിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലാണ്. ഇനി അതാണ് നമ്മുടെ പ്രിഫറൻസ് നമ്പർ 1. ഇനി രണ്ടാമതായിട്ട് വരുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. രണ്ടും തൃശ്ശൂരാണ്. അതാണ് നമ്മുടെ 1ഉം 2ഉം ആയിട്ടുള്ള പ്രിഫറൻസ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ജൂബിലി അമലയും തന്നെയാണ് എപ്പോഴും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജസിലെ ആദ്യത്തെ 2 പ്രിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് വെക്കുമ്പോൾ ഈ 2 പ്രിഫറൻസ് ഫസ്റ്റ് 2 ആയിട്ട് കൊടുക്കുക. ഇനി 3ഉം 4ഉം ഏതാണെന്ന് പറഞ്ഞാൽ 3ാം സ്ഥാനത്ത് വരുന്നത് മലങ്കര ഓർത്തഡോക്സ് സീരിയൽ സെർച്ച് മെഡിക്കൽ കോളേജും 4ാം സ്ഥാനത്ത് വരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജും ആണ്. അപ്പം ഇതാണ് നമ്മുടെ 3ഉം 4ഉം ആയിട്ടുള്ള പ്രിഫറൻസ്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം. ഇനി 5ാമതായിട്ട് MES മെഡിക്കൽ കോളേജും 6ാമതായിട്ട് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജും 7ാമതായിട്ട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജും 8ാമതായിട്ട് ട്രാവൻകൂർ മെഡിക്കൽ കോളേജാണ് ഓപ്ഷൻസിൽ പ്രിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി 9ാം സ്ഥാനത്താണെങ്കിൽ KMCT മെഡിക്കൽ കോളേജും 10 ആണെങ്കിൽ ഡോക്ടർ സോമർബൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജും 11 ആണെങ്കിൽ മലബാർ മെഡിക്കൽ കോളേജും 12 ആണെങ്കിൽ SUT മെഡിക്കൽ കോളേജും ആണ്. ഇതാണ് ആദ്യത്തെ 12ാമത്തെ സ്ഥാനത്ത്. ഇനി 13ാം സ്ഥാനത്ത് വരുന്നത് അദ്വിതീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ആണ്. 14 ആണെങ്കിൽ ശ്രീനാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് എറണാകുളം. ഇനി 15 ആണെങ്കിൽ വരുന്നത് കരുണ മെഡിക്കൽ കോളേജ് ആണ്. ഇനി കഴിഞ്ഞ വർഷത്തെ റാങ്ക് പ്രകാരം 16ാം സ്ഥാനത്ത് വരുന്നത് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും അത് അവിടെ വെക്കണം വേണ്ടി പറയില്ല, കാരണം നമുക്കത് കുറച്ചും കൂടി പ്രിഫറൻസ് കുറച്ചുകൂടി താഴെ വെക്കാം. എന്തുകൊണ്ടെന്നാൽ അവിടെ കുറച്ചും കൂടി ട്യൂഷൻ ഫീ ആയിക്കോട്ടെ സ്പെഷ്യൽ ഫീ ആയിക്കോട്ടെ കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇനി 16ാം സ്ഥാനത്ത് നമുക്ക് DM വിംസ് വയനാടും 17ാം സ്ഥാനത്ത് നമുക്ക് മൗണ്ട് സിയോണും വെച്ചതിന് ശേഷം 18ാം സ്ഥാനത്ത് നമുക്ക് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ് ചെയ്യാം. ഇനി 19ാം സ്ഥാനത്ത് നമുക്ക് അല്ലസർ പ്ലേസ് ചെയ്യാം. കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് അല്ലസറിലാണ്. ഇനി നിങ്ങൾക്ക് അല്ലസർ 18 വെച്ചിട്ട് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 19 വെക്കണമെങ്കിൽ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടി ലിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള നീറ്റ് കണ്ടന്റ് എന്ത് തന്നെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, എനിക്ക് അറിയാവുന്നതാണ്, ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ധാരണ ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചെറിയൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.